അപ്പോൾ വീഡിയോ തുടങ്ങണതിന് എൻ്റെ കസിൻ്റെ ഇൻട്രോ ആയിട്ടാണ്. ഇന്നാണ് നിക്കാഹുടെ, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. ഒരുങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫുൾ ജഗപ്പൊക്കെ ആയതുകൊണ്ട്. മൈലാഞ്ചി ഇതാണ്. ഞാൻ വളയും മോതിരൊക്കെ ഇട്ട് പിന്നെ നെയിൽ പോളിഷൊക്കെ ഇട്ട് മൈലാഞ്ചിയൊക്കെ നല്ല ചോന്ന് ഫുൾ സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ഒരുങ്ങി എത്തിയപ്പോൾ അവിടെ ബ്രൈഡിനെ ഒരുക്കണ പരിപാടികളാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാരിക്കോരി തേച്ചിങ്ങനെ നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുന്നു. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഡ്രസ്സും ഒക്കെ റെഡിയാക്കാണ്. എൻ്റെ ഇതൊക്കെ ഉള്ള ഫ്രണ്ട്സാണ് ഗൈസ്. ഇതാണ് മിൻഹ. ഞാൻ മിന്ന എന്നാണ് വിളിക്കൽ. ഇതുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് പോയിരുന്നു. എപ്പോൾ എന്ത് റെഡിയാക്കിയാലും ലാസ്റ്റ് പിടിച്ചൊരു ഷോപ്പിംഗ് നിർബന്ധമായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളോട് പെട്ടെന്ന് പോയി തരാൻ വേണ്ടിയിട്ട് ഓള് വണ്ടി ഒട്ടും. അപ്പോൾ ആ വണ്ടി എടുത്ത് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതാണ് മിന്ന ആൻഡ് ഇതാണ് ഞാൻ. ഇതാണ് എൻ്റെ കോലം. നമ്മളിവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെ ഞങ്ങൾ പോയി വന്നത്. കുറച്ച് കുയിലൊക്കെ ചാടുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ലത് അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കട ഉണ്ട് പൂട്ടിയേക്കണം, മൂഞ്ചി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ വണ്ടി എടുത്തു, അടുത്ത കടയ്ക്ക് പിടിച്ചു. അടുത്ത കടയും മൂഞ്ചരുതേ എന്നുള്ള പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ നല്ല കോൺഫിഡൻസോടെയാണ് കയറി ചെന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ സാധനം അങ്ങോട്ട് കിട്ടി, ഉഷാർ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കൊക്കെ എത്തി ഓക്കെ ആ ഡ്രസ്സ് അതൊക്കെ സെറ്റാക്കി കൊടുത്ത് ഈ സാധനമായിട്ട് ഞങ്ങൾ വാങ്ങാൻ പോയത്, ഈ മാല. അത് കഴിഞ്ഞ് ആദ്യം സെറ്റാക്കാനുള്ള പരിപാടി ഇന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് എൻ്റെ കസിനെ അങ്ങോട്ട് പോയി ഓക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇവനാണെങ്കിൽ എത്രയായിട്ടും ഇങ്ങോട്ട് ഏൽക്കണില്ല. എനിക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് പരിചയമില്ലാത്തതുകൊണ്ടാണോ അതോ ഈ കുട്ടി സമ്മതിക്കാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. യുദ്ധകളത്തിലെ ബടൻ, അതായത് ഞാനങ്ങനെ തോറ്റ് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി, എല്ലാവരും കൂടി ഒരു യാത്ര. പിന്നെ അവിടുന്ന് ഈ പുതിയാപ്പള ഞങ്ങളോട് ഓല് രണ്ടാൾ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. ഇതാണ് ഗൈസ് പുതിയാപ്പള ആൻഡ് പുതിയണ്ണ്, ബ്രൈഡ് ആൻഡ് ഗ്രൂം. കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് വന്നത്. ഇതിൻ്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ട് ഇനി അവിടുന്ന്. ഇതാണ് ഗൈസിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ. അതൊക്കെയാണ് ഗൈസ് അന്നത്തെ കുറച്ച് ഫോട്ടോസ്. പിന്നെ ഇത് ഫുള്ളോളം ഫ്രണ്ട്സാണ്. അവരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതുവരെ ഫ്രണ്ടിനായിട്ട് ലച്ചു ഭയങ്കരമായിട്ട് കൊണ്ട് കമ്പനിയായി, ഏതുനേരും അവൻ്റെ മൂട്ടിലായിരുന്നു. പിന്നെ ഇത് ഫുള്ളോളം ഫ്രണ്ട്സാണ്. അവൾ ഏവിയേഷന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സാണ് ഇത് ഫുൾ, ഈ കാണുന്ന ആൾക്കാർ ഫുള്ള്. എൻ്റെ അത് കഴിഞ്ഞ് കുറേ നമ്മളെ ഫോട്ടോ എടുക്കൽ സെഷൻ. ഇനി ഓരോരോ ഫാമിലി ഇരുന്നിങ്ങനെ ഫോട്ടോ എടുക്കാം, നിന്നിങ്ങനെ ഫോട്ടോ എടുക്കാം. ഇരുന്നും ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നു, എന്നിട്ട് ഓരോ കൂടെയും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ എൻ്റെ അടുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് പുഡിങ് തിരിച്ച് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാനൊക്കെ തോന്നും, ബട്ട് വീയരുത്, നമ്മളതിൽ വീയാൻ പാടില്ല. എന്നിട്ട് ഞാൻ ചോറ് കഴിച്ചു. എൻ്റെ ഫ്രണ്ട്സിന് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനും ചോറ് കഴിച്ചു. സ്വന്തം താത്താൻ്റെ കല്യാണത്തിന് നേരത്തെ കാലത്ത് വന്ന് ഫുഡ് കഴിക്കും. കുടുംബക്കാർ ബാക്കിക്കാരൊക്കെ പട്ടിണിയാണ്. അപ്പൊ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പൊന്നൂനെ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ പിടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഫോട്ടോ പിടിച്ചു. ഫുഡ് കഴിച്ചു. എനിക്ക് നല്ല വിശന്നിരുന്നു, അതുകൊണ്ട് കാറ്ററിംഗ് സർവീസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് ഓൾക്ക് സമാധാനമായപ്പോൾ ചെക്കനെയും പെണ്ണിനെയും ഫോട്ടോ എടുക്കണതൊക്കെ കാണാൻ ഞങ്ങൾ പോയി. അപ്പോൾ ഇതാണ് ഓളെ ഉമ്മച്ചി ആൻഡ് ഉപ്പച്ചി, അതായത് എൻ്റെ മൂത്താപ്പായൻ്റെ മൂത്തമ്മ. ഇതാണ് ഗൈസ് ഓളെ പേരൻസ്. അങ്ങനെയല്ലേ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് മഹറണിക്കൽ ചടങ്ങ് എൻ്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതിട്ടാണ്ട് കഴിഞ്ഞാൽ പൊന്നു ലോക്ക്ഡൗൺ എന്ന് അറിയണതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ഇനി മഹർ ഇടുന്നത് കാണാൻ. അങ്ങനെ പൊന്നു ലോക്ക്ഡായി ഗൈസ്. ഇത് പുതിയാപ്പളിയും പുതിയണ്ണും കണ്ണും നോക്കി നാണം കൊള്ളണ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഉണ്ടാക്കും ഭയങ്കര നാണം, കണ്ണും നോക്കാൻ പറ്റണമെങ്കിലോ. പിന്നെ ഞങ്ങൾ ഒപ്പിടുന്ന സംഭവമൊക്കെ സെറ്റ് ചെയ്തതിന് ഈ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അഗ്രിമെൻ്റ് ഒപ്പിടുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവം. അപ്പോൾ അതിങ്ങനെ ലച്ചു ഓർക്ക് കൊടുക്കണം. എന്നിട്ട് ഒരു രണ്ടാളും ഒപ്പിട്ടു. പൊന്നു ആക്രമണം കൊണ്ടാണെന്നുള്ളൂ, പെട്ടെന്ന് കൊണ്ട് ഒപ്പിട്ട് തീർന്നു എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസിങ് ആണ് കഴിച്ചത്. ഇത്ര ടൈമൊന്നും എടുക്കില്ലല്ലോ ഒപ്പിടാൻ, ചിന്തിച്ചാൽ പോരെ. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും തൊള്ളേക്ക് കൊടുക്കലും ഒക്കെ ഉണ്ട്. ഇനി ഇത് ഞങ്ങൾ തലേന്ന് പൊടിച്ച് സെറ്റാക്കിയ കേക്കാണ്. ഓളെ
ഇവിടെ നിന്നിട്ട ഡ്രസ്സ് ഒരു പർപ്പിൾ കളറിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞതാണ് പർപ്പിൾ കേക്ക്. ഇനി പോത്ത് പോലെ വളർന്നിട്ടും ബുദ്ധി വളരാത്തിൻ്റെ കസിൻ്റെ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിപ്പം മാത്രമുള്ള ഒരു കുട്ടിൻ്റെതുള്ള ചിന്ത പോലും ഒക്കില്ല ഗൈസ്. അതിന് മാത്രമുള്ള ബുദ്ധി പോലും ഇല്ല. പാവാണ്, ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. പിന്നെ ഓളെ ബ്രദറിൻ്റെ വക ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിന്. അതിൻ്റെ പൊതി ഞാനങ്ങണ്ട് മൾട്ടി ബിക്കോസ് ജേണൽ ചെയ്യാൻ. ആൻഡ് ഇതാണ് ഓലെ ഫാമിലി. പിന്നെ കേക്കൊക്കെ ഇതാണ് കേട്ടോ, നല്ല രസമുള്ള കേക്ക് എന്നെ കാണാൻ. കേക്കിൻ്റെ മേലത്തെ ഉണ്ട സാധനം കേക്ക് എടുത്തേക്കണ ഇന്നോ വീഡിയോ എടുത്തതാണ്. അത് സുരക്ഷിതമായി എടുത്തേക്കാൻ പോയതാണ്. അങ്ങനെ ഓൻ്റെ ഒപ്പമുള്ള കോപ്പറൊക്കെ കഴിഞ്ഞു. ഇതാണ് ഓന് ഗിഫ്റ്റ് കൊടുത്ത സാധനം, ഓളെ ബ്രദർ. ഒരു രണ്ടാളി ഒരു ഫോട്ടോ. ആൻഡ് ഇതാണ് ഒരു ഒപ്പിട്ട സാധനം. ഇത് ഞാൻ സെറ്റ് ചെയ്തതാണ് ഗൈസ്. മെല്ലെ മുട്ടായി പൊക്കി കൊണ്ടുപോയി മിന്നുവിനെ കൈയോടെ പിടിച്ചു ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് സാധനങ്ങളാണ്. ഒരു സൂട്ട് കേസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പോണ വയ്ക്ക് ഞാൻ ഒരു തവളനെ കണ്ട് പേടിച്ചവിടെ നിന്ന്.